ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അച്ചൂസ് വ്ലോഗ്സ് ആൻഡ് ഹെൽത്തി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടിയെട്ടിയനെ പാമ്പ് കടിച്ചു എന്നൊരവസ്ഥ കേട്ടിട്ടില്ലേ? പശ്ചിമ ബംഗാളിലെ ഹൗറ സ്വദേശിയായ ഒരു യുവാവിനാണ് അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. താൻ ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യ ഒരു ദിവസം പറയുകയുണ്ടായി, ചേട്ടാ, മകൾ വളർന്നു വരുന്നുണ്ട്, മകൾക്ക് 10 വയസ്സായി, മകളുടെ പഠനത്തിനും വിവാഹത്തിനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്, ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ്റെ വൃക്ക വിൽക്ക്, മിനിമം ഒരു 10 ലക്ഷം രൂപയ്ക്കെങ്കിലും വിൽക്കണം എന്ന ഒരു കണ്ടീഷനും വെച്ചു. തൻ്റെ സ്നേഹസമ്പന്നയായ ഭാര്യ പറയുന്ന വാക്ക് കേട്ട് ഭാര്യയുടെ വാക്കിൽ അദ്ദേഹം വിശ്വസിച്ച് അദ്ദേഹം വൃക്ക വിൽക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ വൃക്ക വിൽക്കാനായി ഉപഭോക്താവിനെ അധികം അന്വേഷിക്കേണ്ടി വന്നില്ല. നേടിയ വള്ളി കാലിച്ചുറ്റി എന്ന് പറയും പോലെ ഒരു ഉപഭോക്താവിനെ കണ്ടെത്തി. ശസ്ത്രക്രിയയും നടന്നു, വൃക്ക കൈമാറ്റവും ചെയ്തു. അങ്ങനെ ചികിത്സ പൂർത്തിയായ യുവാവ് തൻ്റെ കുടുംബത്തെ സാമ്പത്തിക രക്ഷപ്പെടുത്തി എന്ന് വിശ്വസിച്ച് വീട്ടിലെത്തുമ്പോഴാണ് അറിഞ്ഞത് വൃക്ക വിറ്റ 10 ലക്ഷം രൂപയുമായി ഫേസ്ബുക്കിൽ കണ്ടുമുട്ടിയ ഒരു യുവാവുമായി തൻ്റെ ഭാര്യ ഒളിച്ചോടിയെന്ന് അദ്ദേഹം അറിയുന്നത്. ഭർത്താവിനെ നൈസായിട്ട് കറക്കിയെടുത്ത് വൃക്ക വിൽക്കാനായി നിർബന്ധിപ്പിച്ചു. ദാരിദ്ര്യത്തിൻ്റെ കാര്യവും പറഞ്ഞ് വൃക്ക വിറ്റ 10 ലക്ഷം രൂപയുമായിട്ടാണ് ഭാര്യ മുങ്ങിയത്. അതും ഫേസ്ബുക്കിലൂടെ മാത്രം പരിചയമുള്ള ഒരു കാമുകനോടൊപ്പം. ചേട്ടാ, എല്ലാത്തിനും ഞാനല്ലേ കൂടെ എന്ന ആശ്വാസവാർത്ത. പശ്ചിമ ബംഗാളിലെ ഹൗറ എന്ന സ്വദേശത്താണ് സിനിമയെ വെല്ലുന്ന ഈ സംഭവം നടന്നിരിക്കുന്നത്. മകളുടെ കാര്യം പറഞ്ഞും വീട്ടിലെ ദാരിദ്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞുമാണ് ഭാര്യ അദ്ദേഹത്തെ കൊണ്ട് വൃക്ക നിർബന്ധിച്ച് വിൽപ്പിച്ചത്. ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹം കിഡ്നി വിൽക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങിയത്. 1 വർഷം കൊണ്ട് ഉപഭോക്താവിനെ തേടിക്കൊണ്ടിരിക്കവേ 3 മാസത്തിന് മുൻപാണ് ഒരാൾ കിഡ്നി വേണമെന്ന ആവശ്യമായി മുന്നോട്ട് വന്നത്. തൻ്റെ വീട്ടിലെ ദാരിദ്ര്യമൊക്കെ മാറി മകളുടെ വിവാഹത്തിനും മകളുടെ പഠനത്തിനുമുള്ള കാശൊക്കെ കിട്ടുമല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ആ പാവം ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങിയത്. ശസ്ത്രക്രിയ നടന്നു, കിഡ്നി കൈമാറ്റവും ചെയ്തു. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ആ ട്വിസ്റ്റ് യുവാവ് അറിഞ്ഞത്. തൻ്റെ കിഡ്നി വിറ്റ 10 ലക്ഷം രൂപയും കൊണ്ട് അവൾ ഒരുത്തൻ്റെ കൂടെ മുങ്ങി. ഒരു പാവപ്പെട്ട മനുഷ്യനെയും സ്വന്തം മകളെയും ഉപേക്ഷിച്ച് മറ്റൊരാളുടെ ജീവനും എടുത്തുകൊണ്ടാണ് അവൾ മുങ്ങിയിരിക്കുന്നത്. ഇവളൊക്കെ ഗുണം പിടിക്കുമെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, അയാളുടെ ഭാര്യയോടുള്ള വിശ്വാസവും സ്നേഹവും തൻ്റെ വീട്ടിലെ ദാരിദ്ര്യം എല്ലാം മാറും, തൻ്റെ മകൾക്ക് നല്ലൊരു ഭാവി കിട്ടും, അവളുടെ കല്യാണം നടത്താം, അവളുടെ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ എന്തൊക്കെ ചിന്താഗതികളാണ് ആയിരിക്കും അദ്ദേഹം ഈ കിഡ്നി വിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇതെല്ലാം അദ്ദേഹം ആലോചിച്ച് കൂട്ടി ആ ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹം ഒരുങ്ങുകയും എല്ലാം കഴിഞ്ഞ് ചികിത്സയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് ആ പാവപ്പെട്ട മനുഷ്യൻ അറിയുന്നത് തൻ്റെ കിഡ്നി വിറ്റ കാശും കൊണ്ട് 10 ലക്ഷം രൂപയും കൊണ്ട് അവൾ ഫേസ്ബുക്കിൽ കണ്ട ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ളത്. ഇവൾ ഈ കിഡ്നി വിൽക്കാൻ അയാളെ കിഡ്നി വിൽക്കാൻ അയാളെ നിർബന്ധിപ്പിക്കുമ്പോഴും അയാൾ അറിയുന്നില്ല തൻ്റെ ഭാര്യ തന്നെ ചതിക്കുകയാണ് എന്നുള്ളത്. അയാൾക്ക് യാതൊരു സംശയമില്ല. അപ്പം അയാൾ അത്രയും അവളെ വിശ്വസിച്ച് സ്നേഹിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന അവരുടെ കുടുംബത്തിലെ ദാരിദ്ര്യമൊക്കെ മാറി ആ കുഞ്ഞിൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു അയാൾ മനസ്സിൽ കണക്ക് കൂട്ടി പല കാര്യങ്ങളും ചിന്തിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് ഈ കിഡ്നി വിൽക്കാനായിട്ട് മുമ്പോട്ടിറങ്ങിയത്. ഒരു മനസാക്ഷിയും ഇല്ലാതെ ഒരു ഉളുപ്പും ഇല്ലാതെ ആ കിട്ടിയ 10 ലക്ഷം രൂപ എടുത്തുകൊണ്ട് അവൾ അവളുടെ കാമുകൻ്റെ സൂയിക്കാനായിട്ട് പോയി. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. അവനാണെങ്കിൽ ഒരു പെയിൻറ്റിങ് പണിക്കാരനാണ്. അപ്പോൾ ഈ 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവനെ പൊളിക്കുമോ? അവൻ ഈ 10 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും അവളെയും കൊണ്ട് അവ ഇവിടുന്ന് ബാരത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കടന്നു കളയുകയാണ് ചെയ്തത്. ഇങ്ങനെ ചതിക്കാൻ തോന്നിയല്ലോ എന്നോർത്ത് ആ 10 വയസ്സായ മകളെയും തൻ്റെ അച്ഛനെയും അമ്മയെയും കൂട്ടി യുവതിയെ കാണാനായി അയാൾ പുറപ്പെട്ടു. എന്നാൽ അവരോട് പ്രതികരിക്കാതെ യുവതി മുഖം തിരിച്ച് നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ അവളുടെ ഒരു ഡയലോഗും കൂടെ ഉണ്ട്,
തനിക്ക് കാമുകനോടൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്നും വിവാഹമോചനത്തിനായി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അതുടനെ കയ്യിൽ കിട്ടും എന്നാണ് യുവതി ഒരു ഉളുപ്പും ഇല്ലാതെ പറഞ്ഞിരിക്കുന്നത്. ആ പാവപ്പെട്ടവൻ എന്താ, വൃക്കയും പോയി ഭാര്യയും പോയി. വൃക്ക വിറ്റ് കിട്ടിയ 10 ലക്ഷം രൂപയും. പാവപ്പെട്ടവൻ്റെ വൃക്ക പോയ കഥ ഇങ്ങനെയാണ്. ഭാര്യയും പോയി വൃക്കയും പോയ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.